ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കേവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും സ്നേഹവന്ദനവും പുതുവത്സര ആശംസകളും അറിയിക്കുന്നു. ഞാൻ വിയവരം ജോർജ് കുട്ടി. 2025 നമ്മെ വിട്ട് കടന്നുപോയി. 2026 ദൈവകൃപയിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നു. 2025 ആരംഭ ദിനങ്ങളെ കണ്ട നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും നമ്മെ വിട്ട് കടന്നുപോയി. നമ്മിൽ പലരെയും ഇല്ലായ്മ ചെയ്യുവാൻ ശത്രുവാകുന്ന പിശാച് തൻ്റെ ആവനാടിയിലെ ആയുധങ്ങൾ നമുക്ക് നേരെയും എയ്തു. എങ്കിലും ചുറ്റും പരിചയമായി ദൈവം നിലകൊണ്ടതിനാൽ ഇന്നയോളം നിലനിൽക്കുവാൻ ദൈവം കൃപ ചെയ്തു. ജീവനും ഭക്തിക്ക് വേണ്ടതെല്ലാം ദൈവം നൽകി തന്ന് നമ്മെ ജയോത്സവമായി നടത്തി. ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല. നമ്മുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ്. പറഞ്ഞു തരാത്ത ദാനനിമിത്തം നമുക്കും നന്ദിയുള്ളവരായി സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2025 യുദ്ധങ്ങളുടെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും ദിനങ്ങളായിരുന്നു. ക്രിസ്തു ഭക്തരായി ജീവിച്ചിരുന്ന അനേകർ മനതീവ്രവാദ ഗ്രൂപ്പുകളുടെ കരാള ഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്ന് തങ്ങളുടെ ജീവിതം ഹോമിക്കേണ്ടി വന്ന സംഭവങ്ങൾ ധാരാളമുണ്ടായി. 2026 എങ്ങനെയുള്ള വർഷമായിരിക്കുമെന്ന് മുന്നമേ പ്രവചിക്കുക പ്രയാസമാണ്. എന്നാൽ അന്ത്യകാലത്തോട് നാം വളരെ അടുത്തുകൊണ്ടിരിക്കുന്നതിനാൽ അന്ത്യകാലത്ത് ഈ ഭൂമിയിൽ അരങ്ങേറേണ്ടിയ ദുർഘട സമയങ്ങളെ ഒരുപക്ഷെ നാമും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. എന്തെല്ലാം സംഭവങ്ങൾ ഭൂമിയിൽ നടമാടിയാലും ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണെന്നുള്ള ഉറപ്പ് നമ്മെ ഭരിക്കേണ്ടതാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നാം അറിയുന്നില്ലെങ്കിലും നാളെ സൃഷ്ടിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലാണ് നാം എന്നുള്ള ധൈര്യവും വിശ്വാസവും നാളെ അഭിമുഖീകരിക്കുവാൻ കർത്താവ് നമ്മെ പ്രാപ്തരാക്കും. കർത്താവ് എത്രയും വേഗം വരും. അതിനുവേണ്ടിയുള്ള ഒരുക്കവും തിടുക്കവും നമ്മിൽ വർദ്ധിക്കട്ടെ. 2026 നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി ദൈവം തീർക്കട്ടെ. നമ്മുടെ ഭാരമുള്ള വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം കൽപ്പിക്കട്ടെ. നമ്മുടെ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കട്ടെ. നമ്മെയും നമുക്കുള്ളവരെയും ദൈവം ജീവനോടെ കാക്കട്ടെ. നമ്മുടെ തലമുറകളെ ദൈവകൃപയിൽ നിലനിർത്തട്ടെ. നമുക്ക് കുറവായുള്ളത് ദൈവം പൂർത്തീകരിക്കട്ടെ. നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന സർവശക്തനാവുന്ന ദൈവം ആത്മീയ അനുഗ്രഹങ്ങളാലും ശാരീരിക സൗഖ്യങ്ങളാലും ഭൗതിക നന്മകളാലും മാനസിക സംതൃപ്തിയാലും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഈ അവസരം കർത്താവിൻ്റെ ഒരു എളിയദാസൻ എന്ന നിലയിൽ ഈ അവസരം നിങ്ങളെല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കൂടുതൽ ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി വിയവരം ജോർജ് കുട്ടി എന്നടിച്ചാൽ ഞാൻ പ്രസംഗിച്ച ധാരാളം ദൈവീക സന്ദേശങ്ങൾ നിങ്ങൾക്ക് കേട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായി തീരും. ആമേൻ.